ചിലവർ വയനാട് നിന്ന് വന്നു പറയും, അല്ലെങ്കിൽ ഞാൻ മംഗലാപുരത്ത് നിന്നാണ് വരുന്നത് പറയും, ചിലവർ അതിൻ്റെ മുന്നേ വന്ന കാസർഗോഡുകാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കജ്ജത്തിന് എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മൾ സംഗതിയൊക്കെ പറഞ്ഞുതരും. അതിൻ്റെ ഇടയിൽ വയനാട് നിന്ന് നമ്മൾ വന്ന് പറഞ്ഞിക്കാണ്ട് നമ്മൾ കാസർഗോഡ് അവിടെ ഉണ്ടാകുമ്പോൾ ഓലിട്ട് എറിഞ്ഞിക്കാണ്ട് ഓലത്തേക്ക് വരുന്നത് ശരിയല്ല. ഓല സാധനം കുറച്ച് മുഴുവനാക്കാണ്ടാവുള്ളൂ. ഏത് ആദ്യം വന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പല കരുതുന്നു. ഞാൻ എന്താ വെച്ചാൽ ഞാൻ കരുതുന്നത് വെച്ചാല് സ്ഥിരമായിട്ട് ഇവിടെ രണ്ടാളെ വെച്ചിട്ട് വേണമെങ്കിൽ മാറിക്കുക, എന്നാ അതിന്റെ പ്രശ്നം ചെല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാ, എന്നാ പിന്നെ ഞാൻ ആരും കാണുന്നില്ലല്ലോ. ഏത് എന്നാ പിന്നെ ഓല തന്നെ അങ്ങനെ നോക്കിക്കോളൂ, അങ്ങനെ ആക്കാം. കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം, എങ്ങനെ ഇതിന് മുന്നേ നമ്മൾ കാസർഗോഡ് വന്ന ഓല സാധനം അതിന് തെറ്റിപ്പോയ രസമില്ല. ശരിക്കും 100 വിൽക്കണത്, പക്ഷെ നമ്മൾ പറഞ്ഞ 50 റുപ്യ കൊടുക്കണം, 50 റുപ്യക്ക്. അത് നമസ്കാരം, ലിയാഗാർഡൻ ചട്ടിപ്പറമ്പ് ഇട്ടാ. അപ്പൊ പുതിയ ലോഡ് വന്നിട്ടുണ്ടല്ലോ. പുതിയ ലോഡ് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ഓണായിട്ട് ഇപ്പൊ തന്നെ കൊണ്ടുവെക്കണം. അങ്ങനത്തെ വല്ല അടിപൊളി ഫ്ലവറുകൾ ഉണ്ടല്ലേ, റോസൊക്കെ അല്ലേ. ഈ ഓണത്തിന് പൂക്കളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടുവച്ചെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ തെരഞ്ഞെന്നാ കിട്ടൂല. അപ്പൊ ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. റെഡി സ്റ്റോക്ക് സാധനം എത്തിയിട്ടുണ്ടല്ലേ. നല്ല അടിപൊളി തയ്യൽ, നല്ല ഒക്കെ നല്ല ബെഡ്, നല്ല റെഡ് കളർ മാത്രമേ വന്നിട്ടുള്ളൂ. റെഡ് അല്ല, മറ്റേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ട് ഇറങ്ങുന്നുണ്ട്. പല കളറുണ്ട്, അല്ല വേറെ ഇങ്ങനത്തെ കളർ ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ, വണ്ടിയിൽ ഇറങ്ങുന്നുള്ളൂ. പിങ്ക് ഒക്കെ ഉണ്ട്. പിങ്ക്. അപ്പൊ ഇതൊക്കെ അല്ല നമ്മൾ ഓണം ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നല്ല സ്റ്റെമ്പ് ഉണ്ടല്ലേ ഈ വെണ്ണ, ഈ സൈസൊക്കെ 80 റുപ്യ. അതായത് 2 എണ്ണം 150. നമ്മൾ വില കൂട്ടിയിട്ടില്ല. 2 എണ്ണം 150. 150 റുപ്യ. ഓക്കെ 150 അല്ലേ. നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താണേ. മലപ്പുറം ജില്ലയിൽ നമ്മൾ ചട്ടിപ്പറമ്പ് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന്, അതായത് കന്നുകാലി ചന്തൻ്റെ അന്നൊക്കെ ചട്ടിപ്പറമ്പിൽ നിന്ന് ആകെ 1/2 കിലോമീറ്റർ നെല്ലോളി. പിന്നെ നമ്മളെ ആസ്ത്ര പല കാറുണ്ട്, അതിൽ വൈറ്റും വെള്ളയൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ നമ്മള് 300 വിരിഞ്ഞു വരുന്നുള്ളൂ. അതേമാതിരി ജമന്തി ഇതാ നല്ല പല കളറുണ്ട്. ഇത് 300. അത് 300. ജമന്തി പല ഐറ്റം പല കളറുണ്ട്. പിന്നെ സ്റ്റീവിയ നല്ല അടിപൊളി, നല്ല സ്റ്റീവിയ ഉണ്ട്. മധു തുളസി നല്ല അടിപൊളി സാധനം, നല്ല ബുഷ്. ഇങ്ങനത്തെ കിട്ടില്ല, അധിക ടൈമിൽ നമുക്ക് കിട്ടില്ല. കണ്ടില്ലേ, നല്ല കിട്ടിയ പ്ലാന്റുകളൊക്കെ നല്ല സാധനം. സാധാരണ നമുക്ക് സ്റ്റീവിയ ചെറുത് ഇവിടെ സാമ്പിൾ കാണണമെങ്കിൽ ഒറ്റ കൊമ്പ് ചെറിയ ഇതുണ്ടാല്. ഇപ്പൊ കാണിക്കാം എന്തൊക്കെ ഇതാണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവുക. പഴയ സ്റ്റോക്കിലുള്ള ഇതൊക്കെ ഉണ്ട്. നല്ല അടിപൊളി തയ്യലല്ല എൻ്റെ ഉണ്ടോ. ഇതിപ്പോ തന്നെ എടുക്കാണ്ട് ഉണക്കി വെക്കാനുള്ള ഇപ്പൊ തന്നെ ഉണ്ട് ഉണ്ടല്ലേ. ഇത് 40 റുപ്യ ഉള്ളൂ കേട്ടോ, 40 റുപ്യ സ്റ്റീവിയ. പിന്നെ നമ്മളെ പുതിന തന്നെ വിക്സ് തുളസി ഇതൊക്കെ ഉണ്ട് 300. നമ്മളെ ഗൾഫ് പുതിന. പിന്നെ നമ്മളെ ഈ സാധനം പണിയുണ്ട്, മത്തമുളക് വേറെ ടൈപ്പുകൾ. ഇതാ വയലറ്റ് കളറൊക്കെ കൂടി. ഇത് 300 ഉള്ളൂ. 300. ഒറ്റ കളറാണോ വരുന്നത്? ഒരു കളർ ഉള്ളു ഇപ്പൊ ഇതില്. പിന്നെ നമുക്ക് അതിനെ നമ്മളെ വാഴ ഇഷ്ടം പോലെ കണ്ടില്ലേ. വാഴ ടിഷ്യൂ അല്ലേ? ടിഷ്യൂ. പിന്നെ നമ്മളതുണ്ട്, കാണിച്ചു തരാം. നമ്മള് പൂവന്തിയിലാണ് ഇത് പെട്ടിന്ന് ഇറക്കി വെക്കുന്നുള്ളതാ. നമ്മളെ ഏലാഞ്ചി പൂവനല്ലേ, അത് 50 റുപ്യ. പിന്നെ ഇതില് നമ്മളെ സാധാ തന്നെ 30 റുപ്യ. ഇതിലും വലുതുവാണെങ്കിൽ 50 റുപ്യൻ്റെ ഉണ്ട്. 30 റുപ്യൻ്റെ ഇതോടെ നല്ല സൈസ് നല്ല തയ്യാളുണ്ടല്ലേ ഒക്കെ. മഞ്ഞ റോബസ്റ്റ് നോട്ടൊന്നും വേണ്ട. റോബസ്റ്റിനെ കുറച്ച് വെള്ളവും കുറച്ച് നമ്മളെ ആട്ടുംകാട്ടോ വല്ലാതൊന്നും വേണ്ട. നേന്ത്രണമാതിരി പണിയില്ല. നേന്ത്രണം നമുക്ക് പൊട്ടിച്ചാടോ മറ്റേന്നുള്ള കട്ടിടോ തൂമ്പടക്കോ, ഇത് അങ്ങനെയല്ല. ടിഷ്യൂ ആകുമ്പോൾ കുറച്ച് തൈ നന്നാവും ചെയ്യും. പപ്പായ ഉണ്ടല്ലോ, പപ്പായ ഉണ്ട്. നല്ല റെഡ് ഏളി നമ്മളെ നല്ല തൈ ഉണ്ട്. ഇതിലേറെ നല്ല ഉസാറിൽ വേറെ 50 ഉണ്ട്. ഇത് 50 തന്നെയാണ്. ഇനി വേറെ ഐറ്റം ഉണ്ട്. മുരിങ്ങ ഒരു വെറൈറ്റി ആണ് എത്തിയിട്ടുണ്ട്. നമ്മളടുത്ത് ഇല്ലാത്ത വെറൈറ്റി മുരിങ്ങ. അതിപ്പോ ഒരു കരിമ്പ് മുരിങ്ങ വന്നാണ്. കരിമ്പ് മുരിങ്ങ വില ഉണ്ട് കേട്ടാ, 300 ഉണ്ട്. കരിമ്പ് മുരിങ്ങ അല്ലേ? ഇതെന്താ പ്രത്യേകത പറഞ്ഞത്? ഓലിപ്പോ നമ്മള് ഗ്രാഫ്റ്റിന്റെ അതേ ഗുണം ഉണ്ടെന്നാ പറയുന്നത്. ഗ്രാഫ്റ്റ് കായ്ക്കണ മാതിരി പെട്ടെന്ന് കായ്ക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ ഗ്രാഫ്റ്റ് പൊട്ടി എന്നുള്ള പ്രശ്നമില്ല. അപ്പൊ കുറച്ച് നല്ല തയ്യാണ്. മറ്റേ ഗ്രാഫ്റ്റ് ആകുമ്പോൾ ചെറിയ ഗ്രാഫ്റ്റ് ഒക്കെ ആകുമ്പോൾ കണ്ടില്ലേ, നമ്മളെ ഗ്രാഫ്റ്റ് ചെറുതായി കണ്ടി. ഇതിപ്പോ ഇതെന്താ അറിയോ, നമ്പർ ഉണ്ടാവും. നമ്പറുള്ള പണി ഇങ്ങനെ കാണിച്ചു തരാം. ഗ്രാഫ്റ്റഡ് മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തില് നല്ല സൈസ് വന്നാലും നമുക്ക് വലിയ ഹാർഡായിട്ട് തോന്നില്ല, അതേപോലെ തന്നെ കിട്ടും ഉണ്ടെന്നാ പറയണ്ടേ. നമ്മൾ പരീക്ഷിച്ചു കൊടുത്തു. നമ്മൾ ഉറപ്പ് നമ്മൾ പറയണില്ല. നമ്മൾ ആദ്യമായിട്ട് എടുക്കുകയാണ്. 2 ഇപ്പൊ 1 നമ്മളൊരു കവർ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പൊ അത് പരീക്ഷ വിജയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉറപ്പ് പറയുള്ളൂ. ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ നമ്മളെ കൂടെ പരീക്ഷിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. എങ്ങനെ റേറ്റ്? ഇത് അത് 300 ആണ്. ഓക്കെ. ഇത് നമ്മളെ പുതിന നല്ല അടിപൊളി നാടൻ പുതിന.
ഇത് 300. നമ്മളെ ഗൾഫിന്റെ ഉണ്ട് 300. ഓക്കെ ഓക്കെ, രണ്ടും സെയിം റേറ്റ് തന്നെ. രണ്ടും സെയിം റേറ്റ്. പിന്നെ നമ്മളെ ഭഗവ അനാർ ഇതാ. ഭഗവ അല്ലേ? എങ്ങനെ ഭഗവയ്ക്ക് റേറ്റ്? ഭഗവ 250 ആണ്. 250 വരുന്നുണ്ടല്ലേ. നോർമൽ അനാറില്ലേ നമ്മുടെ അടുത്ത്? നോർമൽ എല്ലാ സൈസ് ഉണ്ട്. സാധാ ചെടി മുരിങ്ങ കൊണ്ടൊക്കെ 30 രൂപ ഉള്ളൂ. അതായത് 30 രൂപ കൊടുക്കാം. 300 ആണ്. 30 രൂപയ്ക്ക് പോട്ടുണ്ട്. നമ്മളെ ലെമൺ ഗ്രാസ് പുതിയ എത്തിയിട്ടുണ്ട്. ലെമൺ ഗ്രാസ് നമ്മുടെ കഴിഞ്ഞതിൽ നല്ല തേഞ്ഞിലായിരുന്നു. നമ്മൾ തിരുവനന്തപുരം ട്രിപ്പ് ഒന്നും തേഞ്ഞില്ല, പറ്റ കമ്മിയായിരുന്നു. വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 300. പേരക്കയിൽ കുറച്ച് നല്ല അടിപൊളി വെറൈറ്റി L49 അടിപൊളി, കുഴപ്പമില്ല. നല്ല വെള്ള പേര അതുമായിട്ട് ഉള്ളു വെള്ളമായിട്ട് തന്നെ നല്ല വലുപ്പം തന്നെ. ശരിക്കും 100 വിൽക്കണത്. പക്ഷെ നമ്മൾ പറഞ്ഞ 50 രൂപയ്ക്ക് കൊടുക്കണം. 50 രൂപയ്ക്ക് 50 രൂപയ്ക്ക് ഓഫർ ആയിട്ടാ. നല്ല സാധനം, അടിപൊളി പ്ലാന്റുകളുണ്ട്. നല്ല ചുരുക്കുള്ള പ്ലാന്റ് ഒക്കെ. കായും ഒക്കെ സെന്റിമേലൊക്കെ കായുള്ള തന്നെ. കായ ഉണ്ടാകുമ്പോൾ ചെറുത് ഇങ്ങനെയാണ്. പ്ലാന്റ് വേണമെങ്കിൽ ഇതൊക്കെ മുട്ടും പൂവൊക്കെ വരുന്നുണ്ട്. L49 നല്ല പേരേട്ടാ. മാക്സിമം നമ്മൾ ഇവിടെ വന്നെടുക്കാനാണ് ഏറ്റവും നല്ലത്. അവരെ ഇഷ്ടത്തിന് ഡെലിവറി നിർബന്ധമാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത് അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അതിന്റെ നമുക്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് അവർക്ക്, അതായത് ഇപ്പൊ നമ്മള് ചിലവര് എന്താ വെച്ചാല് ചിലവർക്ക് എന്താ അറിയാം, ചിലർക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ കാണേണ്ട സാധനം അതായത് മതിയായിരിക്കും. ചിലർക്ക് ഫോട്ടോ കാണണ്ടേ. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് വലുപ്പം അതാണെന്നൊക്കെ പറ്റിയിട്ട് മാത്രം ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഥവാ പറ്റില്ലെങ്കിൽ സാധനം അപ്പം വിടണം. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സാധനം എന്ത് ചെയ്യണം, നെക്സ്റ്റ് ടൈമിൽ ഞങ്ങൾ കൊണ്ടുകൊണ്ടിട്ട് നമ്മൾ അടുത്ത ട്രിപ്പിൽ റിട്ടേൺ തന്നെ അങ്ങനെയും എടുക്കാം. മഞ്ഞ റോബസ്റ്റ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ തൈകളുണ്ട്, എല്ലാ സാധനവും എത്തിയിട്ടുണ്ട്. തൈകൾ പിന്നെ പുതിയ സാധനങ്ങൾ, അടിപൊളി തൈകൾ ഇവിടെ മൽഗോവ അങ്ങനത്തെ പുതിയ എല്ലാ സാധനവും പുതിയ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് കുറച്ച് വലിയ പ്ലാന്റ് കേട്ടോ. നമ്മൾ അതിൽ കുറച്ച് വലുത് തന്നെ 2-3 സൈസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അടിപൊളി കോട്ടൺ ബെഡ് പുലാസാണ് കേട്ടോ. കുറച്ച് വലിയ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് 700 ആണ്. ഇതിന് ചെറുത് വേണമെങ്കിൽ 400 കുറച്ച് ചെറുത്. പിന്നെ ഇതിനും വലുത് വേണമെങ്കിൽ നല്ല വണ്ണുള്ള അടിപൊളി കണ്ടില്ലേ 800. നല്ല സെറ്റപ്പ് സാധനം കണ്ടില്ലേ. 100 രൂപ കൂടുകയാണെങ്കിൽ പ്ലാന്റ് 100 രൂപ കൂടിയാലും സാധനം അടിപൊളി പ്ലാന്റ് ആണ്. കാലാപ്പാടി ഇവിടെ ഇരിക്കണ്ടല്ലേ? കാലാപ്പാടി ഇഷ്ടംപോലെ നല്ല തയ്യത്തിന് 250 വലുത് നമ്മളെ സാധാ വാങ്ങണ്ടതിന്റെ സൈസ് ആ സൈസ് വന്നിക്കണു. ജയദേവത്തിരി പുതിയ വന്നിക്കണു. പിന്നെ സാധാ ഭഗവാനാർ റോസുകൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണുള്ളൂ. റോസ്മേരി അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണുള്ളൂ. വലിയ റോസ് വേറെ അടിയിലുണ്ട്. പിന്നെ നമ്മൾ അരിനെല്ലി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെമ്പരത്തി 50 രൂപ ഉള്ളൂ. പിന്നെ നമ്മളെ സാധാ അനാർ അല്ല അടിപൊളി നല്ല പച്ചപ്പുള്ള അല്ല അനാർ. സാധാ അനാർ 100 രൂപ ഉള്ളൂ. വലിയ പ്ലാന്റ് 100 രൂപ ഉള്ളൂ. പക്ഷെ ഇതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കൂലല്ലോ? ഇല്ല, മറ്റേ ഭഗവയ്ക്കല്ലേ ഗ്യാരണ്ടിയാണ്. ഇതെന്താ വെച്ചാല് കായ്ക്കൊണ്ട് കേട്ടോ. പക്ഷെ എന്താ വെച്ചാല് വെട്ടലുള്ള സ്ഥലം കിട്ടിയ വേര്. പിന്നെ നമുക്ക് നല്ല അടിപൊളി തെങ്ങാൻ പറഞ്ഞില്ലേ, പുതിയ സാധനം ഇങ്ങനെ ഇറങ്ങണതാ. അടിപൊളി തൈ കണ്ടില്ലേ, തെങ്ങും തൈ നല്ല സാധനം വണ്ടി ഇങ്ങനെ ഇറങ്ങണുള്ളൂ. ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് സാധനം കുറച്ച് നമുക്ക് ഇവിടേക്ക് കൊണ്ടാണ്ട് കാസർഗോഡ്ക്ക് കൊണ്ടാളാണ്. എങ്ങനെ റേറ്റ് ഒക്കെ വരുന്നേ? അത് നമുക്ക് നല്ല കുറച്ച് അടിപൊളി വലിയ സാധനം 200, അതിന്റെ ചേർത്ത് 170 അങ്ങനത്തെ ഐറ്റംസുകളുണ്ട്. അടിപൊളി തൈ ഉണ്ടല്ലേ അല്ലേ, ഇതൊക്കെ കണ്ടില്ലേ 170 രൂപയ്ക്ക് അടിപൊളി സാധനം. 170 സൂപ്പർ സാധനം. ഞാൻ അപ്പൊ ഇതിന്റെ വലുത് നല്ല അതിലേറെ വലിയ തേങ്ങ വേണമെങ്കിൽ 200. പിന്നെ കവറിലാക്കിയത് കൊണ്ട് നല്ല സൈസ് 250 നല്ല സാധനം. അവിടെ നല്ല തൈകൾ അവിടെ ഉണ്ട്. ഇതിപ്പോ കവറിലാക്കിയത്. അപ്പൊ പിന്നെ ഡ്രമ്മ് പുതിയത് എത്തിയിട്ടുണ്ട്. നമ്മളെ കറുത്ത ഡ്രമ്മുകള് 500 ആണ്. അല്ല അടിപൊളി ബുഷ ജയന്റ് അബ്യൂ നല്ല വലിയ പ്ലാന്റ് ആണ്. നല്ല വണ്ണുള്ള ജയന്റ് അബ്യൂ. ഇത് നമുക്ക് ഇതിന് തന്നെ വേണമെങ്കിൽ ചെറുതിൽ 1200 ഉണ്ട്. ഇത് പഴം വലുതും ആയതുകൊണ്ടാണ് ഇത് 1500. നല്ല ബുഷ് നല്ല പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് ആണ്. ബുഷായ വലിയ പ്ലാന്റുകൾ.